ചിന്തിക്കാം. അപ്പൊ ക്ലാസ്സൊക്കെ നന്നായി ഞാൻ എനിക്ക് തന്നെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. കഴിക്കണം മുത്ത കഴിക്കണം. എൻ്റെ ക്ലാസ്സുകൾ നന്നാവാറുണ്ട്, അതല്ലേ ഇത് കാണുന്നത് കേട്ടോ. നമുക്കൊരു റബ്ബർ ബാൻഡ് ഇടാം. നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ടിക് എന്നൊരു അടി അടിക്കുക. അപ്പോൾ പെയിൻ വരും. അപ്പോൾ ബ്രെയിനും മനസ്സിലാവും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പെയിൻ ആണ് വരിക. അപ്പോൾ നെഗറ്റീവ് വരാണ്ട് നോക്കും. പോസിറ്റീവ് നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം, നല്ല കാപ്പി കുടിക്കുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ നീന്തുക, അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുക. പോസിറ്റീവായിട്ട് ജീവിക്കുന്നേ. എന്തോരം നെഗറ്റീവ് പുറത്തുണ്ട്. മൈജി ഷാജിയുടെ വീടിന്റെ ഉദ്ഘാടനം കണ്ടോ? അതിന്റെ അടിയിൽ കമന്റ് വെച്ച് നോക്കി. 6 അടി മണ്ണിൽ കിടക്കാനുള്ളതല്ലേ, വെറുതെ അസൂയ, ഒരു സുഖം. എന്റെ കമന്റിന് താഴെ നെഗറ്റീവ് അടിച്ചവരോട് ഞാൻ അവനെ നേരിട്ട് കണ്ടു. നീ എന്തിനാണ് ചെയ്തത്? ഒരു സുഖമുണ്ട് സാർ. സ്കൂളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടീച്ചർക്ക് പ്രിൻസിപ്പലിനെ പേടി, പ്രിൻസിപ്പലിന് മാനേജറെ പേടി, മാനേജർക്ക് രക്ഷിതാക്കളെ പേടി, രക്ഷിതാക്കൾക്ക് കുട്ടികളെ പേടി, കുട്ടികൾക്ക് ആരെയും പേടിയില്ല. അവരിങ്ങനെ നടക്കണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അല്ലേ? ചെറുതായിട്ടൊരു പിടുത്തൊക്കെ പിടിക്കണം. പട്ടം പറന്നു പോകുമ്പോൾ പരുന്തുണ്ടല്ലോ, പരുന്തും പട്ടം കൂടി ഇങ്ങനെ മത്സരിക്കണം. പരുന്ത് ഒരു സൈഡിലെ പട്ടം ഇങ്ങനെ മത്സരിക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് പട്ടം പരുന്തിനോട് പറഞ്ഞേ, അതെ എനിക്ക് നിന്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ല, കാരണം താഴേന്ന് ആരോ പിടിച്ച് വലിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്ത് താഴെ പോയിട്ട് ആ നൂലൊന്നും പൊട്ടിച്ചിടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ താഴെ പോയിട്ട് നൂല് പൊട്ടിച്ചിട്ട് എന്ത് സംഭവിക്കും? ആ പട്ടം കൂപ്പൂത്തി വീഴും. ഇതുപോലെയാണ് പാരൻസും കുട്ടികളും. ഈ പട്ടം ആ നൂല് പിടിച്ച് വലിക്കുന്നത് ഉയരാനാണ്. നൂല് പിടിച്ച് വലിക്കുന്നത് കാണുമ്പോൾ അത് താഴത്തേക്കാണെന്ന് തോന്നുമെങ്കിലും അത് ഉയരാൻ തന്നെയാണ്. എൻ്റെ വൈഫിനെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട്. ഇവള് 5 പ്രാവശ്യം ടെസ്റ്റിന് പോയി, കാറിന്റെ ടെസ്റ്റിന് 5 പ്രാവശ്യം പൊട്ടി. ഒരു നാണവും മാനവും ഇല്ല കേട്ടോ. MVDയോട് ഞാൻ ചോദിച്ചു, MVD എൻ്റെ ഫാനാണ്. അപ്പൊ MVD ഞാൻ ചോദിച്ചു, സാറേ എന്താ സംഭവിച്ചു? അപ്പൊ അയാൾ പറഞ്ഞു, ഒരു കമ്പി ബാക്കി നിർത്തിയെങ്കിൽ ഞാൻ കൊടുത്തേനെ. ഒരൊറ്റ കമ്പി. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നീ എന്താ ചെയ്ത്? അപ്പൊ അവള് പറഞ്ഞു, അത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ 4 കമ്പി പോയി. പിന്നെ ഞാനവിടെ ആഘോഷിച്ചു. ഒറ്റയ്ക്ക് ഓടിക്കണമെന്ന് ആഗ്രഹം ഇവൾക്ക്. അങ്ങനെ എൻ്റെ കാർ എടുത്തിട്ട് പോയി. രാവിലെ 7 മണിക്ക് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോകണേ. 7:30 ആകുമ്പോൾ എനിക്കൊരു ഫോൺ. ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കാറ് പച്ചക്കറിക്കടയുടെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കട ഇടിച്ച് പൊളിച്ച ഒരു ഭാവം ആ മുഖത്തില്ല. ഞാൻ ചെല്ലുമ്പോ പയറൊക്കെ പൊട്ടിച്ച് കളിക്കാതെ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പരിപാടിയാണ് കാണിച്ചത്? അപ്പൊ അവള് പറഞ്ഞു, എന്തൊക്കെ ചെയ്യണം എന്നറിയോ? ഞാൻ പറയും, എന്ത് ചെയ്യണം? ടേണിങ്ങിലല്ലേ ഈ കട, ടേണിങ്ങിലാണ് ഈ കട. ഞാൻ എന്തൊക്കെ ചെയ്യണം? അപ്പൊ അവൾ എന്നെ പഠിപ്പിക്കുക. ഹോൺ അടിക്കണം, ഓക്കെ, ഇൻഡിക്കേറ്റർ ഇടണം, ക്ലച്ച് ചവിട്ടണം, ഗിയർ ഡൗൺ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞപ്പോ തിരിക്കാൻ ഞാൻ മറന്നുപോയി. അവളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറയെങ്കിലും അവളാണ് കേട്ടോ നമ്മുടെ യഥാർത്ഥ ശക്തി. ചില അമ്മമാരുടെ ഡയലോഗ് ഉണ്ട് ഇത്രേ, നിനക്ക് വേണ്ടിയല്ലേ അച്ഛൻ കഷ്ടപ്പെടുന്നത്? അപ്പൊ കുട്ടികളും മറുപടി, ഞാൻ പറഞ്ഞോ കഷ്ടപ്പെടാം. 4 കാര്യങ്ങൾ ഉപേക്ഷിക്കണം പ്രിയപ്പെട്ടവർ. 4 കാര്യങ്ങൾ. ABCD. A, അഡ്വൈസ്. B, ബ്ലെയിം, കുറ്റപ്പെടുത്തുക. നീ നന്നാവില്ലടാ. എന്താ നന്നാവത്ത്? അതെനിക്കറിയില്ല, പക്ഷെ നീ നന്നാവില്ല. C, കമ്പാരിസൺ. കണ്ടുകൂടാ മനുഷ്യന്, എനിക്കും കണ്ടുകൂടാ. കടിഞ്ഞൂൽ പൊട്ടെന്ന് കേട്ടിട്ടുണ്ടോ? എന്താ വീഡിയോ ഓഫ് ചെയ്യും. കടിഞ്ഞൂൽ പൊട്ടെന്ന് കേട്ടിട്ടുണ്ടോ? കടിഞ്ഞൂൽ പൊട്ടൻ കണ്ടിട്ടുണ്ടോ? കണ്ടോ? ഞാനാണ്. മൂത്ത കുട്ടി പൊട്ടൻ, 2ാമത്തത് ജിംബ്രൂട്ടൻ, 3ാമത്തത് കിടുകിടുകുട്ടൻ. ഞാനാണ് മൂത്തത്. ഒരു വീട്ടിൽ 3-4 പിള്ളേരുണ്ടെങ്കിൽ അവസാനം വരുന്ന കുട്ടി പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കില്ലേ? അതിൻ്റെ അർത്ഥം മൂത്തത് പൊട്ടനാണെന്നാണ്. എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ, മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, വൈഫ് അവൾക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ വേണം എന്ന് പറയാം, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാം. ഇങ്ങനെയല്ല പറയാ. ഞാൻ പുറത്ത്, എടി നിനക്ക് ഭക്ഷണം വല്ലതും വാങ്ങിക്കണോ? വേണ്ട. അപ്പൊ എനിക്ക് ഡൗട്ടായി, വേണമെന്നാണോ വേണ്ടതാണോ? അപ്പൊ നമ്മൾ വാങ്ങിക്കില്ല. ഇതിന് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ചോദിക്കും, എവിടെ? ഞാൻ ചോദിക്കും, എന്ത് ഫുഡ്? നീ അല്ലേ വേണ്ടെന്ന് പറഞ്ഞോണ്ട് വേണ്ട മേടിക്കായിട്ട് വരിക. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല എന്നൊക്കെ ആയിട്ട് പറയും. ഇതൊരു 10 റൗണ്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു റൗണ്ടിൽ നനയും. അടിയിൽ നനഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസായി, അത്രയും ഭാഗം നനയ്ക്കാനുള്ള ലൈസൻസായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കുറച്ചുകൂടി വന്നു. പിന്നെ ആ സാരിയുടെ അടിഭാഗത്തൊക്കെ ആയി. പിന്നെ നമുക്ക് മനസ്സിലായി കുറച്ചൊക്കെ ആയി. പിന്നെ അത്രയും ആയിക്കോട്ടെ. പിന്നെ അവിടെ
പിന്നെ ഇങ്ങനെ, പിന്നെ അവിടെ ഇരുന്നു, പിന്നെ അങ്ങനെ, പിന്നെ അവിടെ കിടന്നു, പിന്നെ കണ്ടു വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഡ്രസ്സേ വേണം. അല്ല അങ്ങനെയല്ല, നമ്മളെ മൊത്തം നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്താ? അടുത്തുള്ളവരെ കടലിലേക്ക് വലിച്ചെറിയാൻ നോക്കാം അല്ലേ? നമ്മുടെ കമ്പനി വളരണം. ഗ്രോ വിത്ത് ദ കമ്പനി. പറോ, ഗ്രോ വിത്ത് ദ കമ്പനി. കമ്പനിയോടൊപ്പം വളരണം, മത്സരിക്കാം. കഴിഞ്ഞ മാസത്തെ ഇൻസെന്റീവ്സ് എത്രയാണ്? അതിനേക്കാൾ കൂടുതൽ. സെയിൽസ്മാൻ, സെയിൽസ് ഗേൾസ് എന്ന് പറഞ്ഞാലേ സാലറിയെ കുറിച്ച് ചിന്തിക്കാത്ത ആളാണ്. എന്തിനെ കുറിച്ച് ചിന്തിക്കണം? ഇൻസെന്റീവ്സ്. സാലറി നമുക്ക് കടലമിട്ടായി വാങ്ങാനുള്ളത്. ഇൻസെന്റീവ്സിലെ ഓർക്കുക. ഇങ്ങനെ ഒന്നും ഇരുന്ന എല്ലാവരും കൈയൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ 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 പിടിച്ചേ, ഇങ്ങനെ ആക്കിയേ, ഇങ്ങനെ ആക്ക്, ഇങ്ങനെ ആക്ക്, ഇങ്ങനെ ആക്ക്, ആക്കിക്കോ. ആ കൊണ്ടുപോയോ, കൊണ്ടുപോയോ, പറ ഇങ്ങോട്ട് കൊണ്ടുപോയോ, പറയ്, ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ, കൊണ്ടുപോവാ. മനസ്സിലായോ? ഓരോ അച്ഛനമ്മയും മോളെ മോനെയും കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് പോവാം. അതിന് മറ്റുള്ളവർ ആർത്തി എന്നൊക്കെ പറയും. ഞാൻ പറയും ആ മാനസികാവസ്ഥയിൽ ഇരുന്ന് വലിച്ചെടുക്കണം. അപ്പൊ വിട്ടുകളയാൻ തോന്നൂല. മനസ്സിലായോ? പൊളിക്കണം. നെവർ സെറ്റിൽ. 1+ പരസ്യം കണ്ടിട്ടില്ലേ? നെവർ സെറ്റിൽ ഫോർ ലെസ്. എക്സാമിനേഷൻ ഇനി കുറച്ച് ദിവസമുള്ളൂ അല്ലേ? ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഒരു ബന്ധുക്കളും മരിക്കില്ല, പ്രസവിക്കില്ല, അവർ വിവാഹം കഴിക്കില്ല. കഴിച്ചോട്ടെ, നിങ്ങളതറിയണ്ട. നമ്മുടെ അങ്കിളുണ്ടല്ലോ, അങ്കിൾ, മാമൻ, അങ്കിൾ വന്നിട്ട് പറയും, മോളോ അങ്കിളിന്റെ കല്യാണം വേണം, എന്തായാലും വരണം. അപ്പൊ നമ്മൾ പറയും, മാമൻ വന്നിരിക്കും. 3 ദിവസം മുമ്പ് ചെയ്യരുത്. മാമനോട് പറയേണ്ട ഡയലോഗ് ഞാൻ പഠിപ്പിച്ചത്. ചളിയടിക്കും. മാമൻ, ഇപ്പോഴത്തെ കല്യാണങ്ങൾ 2 വർഷമാകുമ്പോഴേക്കും ഡൈവോഴ്സ് ആവാറുണ്ട്. ഞാൻ അടുത്ത കല്യാണത്തിന് വരാം. അപ്പൊ അങ്കിൾ പറയും, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. കേരളത്തിൽ 6 വരിപ്പാത പൂർത്തിയായിട്ട്, ഞാൻ 6 വരിപ്പാത പൂർത്തിയായി തുറന്നു കൊടുത്താൽ 1 മാസം കഴിഞ്ഞിട്ടേ ഞാൻ അവിടെ കയറുള്ളൂ. നിങ്ങൾക്കറിയോ എങ്ങനെ ഡ്രൈവ് ചെയ്യണ്ടെന്ന്? അറിയാമോ? അറിയോ? ഇടത്തെ ലൈനിലൂടെയാണ് സ്ലോ ആയിട്ടുള്ളത് പോകേണ്ടത്. അവിടെയാണ് ലോറികൾ പോകേണ്ടത്. എന്താണെന്നറിയില്ല, ഒറ്റ ലോറി ആ വഴിക്ക് പോയി. നടുക്കിലൂടെയാണ് സ്പീഡ് ലൈൻ. റൈറ്റ് സൈഡിൽ അറ്റത്തുള്ളത് ഒഴിച്ചിടണം, ആംബുലൻസിനുള്ളതും. ഓവർടേക്കിങ് അതുവഴിയാണ് നടക്കേണ്ടത്. അതിങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് സെക്കൻഡ് ലൈനിലേക്ക് വരണം. ഇതാ വേണ്ടത്. ഇത് ലോറികളൊക്കെ അപ്പുറത്ത്, സ്കൂട്ടറൊക്കെ അപ്പുറത്ത്. നമ്മളിങ്ങനെ എപ്പോഴാ ഗെയിം കളിക്കണ പോലെയാണ് ഇവിടെ. എവിടുന്ന ഏതാ സാധനം വരിക എന്നൊരു പിടുത്തല്ല. ഇതിൻ്റെ ഇടയിൽ മറ്റേ ലിമിറ്റഡ് സ്റ്റോപ്പും എന്ന് അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ പോകണം. പിന്നെ എന്തൊക്കെയാണ് നമ്മളെ നാട്ടുകാർ ചെയ്യുന്ന സ്ഥിരം പരിപാടികൾ? ഈ പുതിയ പടങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് ഷോക്ക് കയറി കണ്ടിട്ട് അതിൻ്റെ സ്റ്റോറി എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന ചില വൃത്തികെട്ടവന്മാർ. നോക്കിക്കോ, എമ്പുരാൻ പടത്തില് വില്ലൻ ആരാണെന്ന് അന്ന് തന്നെ രാവിലെ 7:30 8 മണിക്ക് ഇടാൻ തയ്യാറായിട്ട് നടക്കണ കുറഞ്ഞുണ്ട്. എന്നിട്ട് അവരെന്നെ ഇടും. പിന്നെ അതിൻ്റെ സസ്പെൻസ് പോയി, അതിൻ്റെ രസം പോയി ഇല്ലേ? അജ്മൽ ഷാജഹാൻ എന്ന് പറഞ്ഞ നമ്മുടെ വഹാബ് സാറിന്റെ മോന്റെ ബ്രിഡ്ജ് വേല, അവനൊരു ഒറ്റ ആളാണ് എന്നെ കൊണ്ട് ബെൻസടിപ്പിച്ചത്. അവൻ പറഞ്ഞു, സാറേ ക്ലാസ് കഴിഞ്ഞിട്ട് സാറ് പുറത്തിറങ്ങുമ്പോൾ കാറിലിങ്ങനെ ചാരിക്കിടന്ന് ആംബിയൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് സുഖം. ഞാൻ ആ സുഖത്തിലവിടെ പോയി. നോ ഹസിൽ ക്ലോസ് എന്ന് പറഞ്ഞ സാറുണ്ട്. സാർ ഒന്നും അറിയണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ഇതിൻ്റെ ഒരാളാണ്. ഇതിലാണ് ഞാൻ വീണത്. എനിക്ക് അക്കൗണ്ട് SBIയിലുണ്ട്, എനിക്ക് അക്കൗണ്ട് ആക്സിസിലുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കിലുണ്ട്, ഫെഡറൽ ബാങ്കിലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു ബാങ്കിൽ മാനേജർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, സാറേ സാർ ഒന്നും അറിയണ്ട, 2 ഒപ്പിട്ടാൽ മതി. എന്നിട്ട് ഞാൻ അതെ സാറേ 2 ഒപ്പിട്ടാൽ മതി, ഞാൻ ലോൺ തരാം. അപ്പൊ ഞാൻ എവിടെ വെച്ച് കാണും? സാറ് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. പിറ്റേ ദിവസം രാവിലെ 6:30 മണിക്ക് ഇയാൾ എൻ്റെ ഫ്ലാറ്റിന് മുമ്പിൽ. ഞാൻ വാതിൽ പറഞ്ഞപ്പോ, സാറേ 2 ഒപ്പിട്ടു. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഞാൻ 2 ഒപ്പിട്ടു. അയാൾ പറഞ്ഞേ, സാറ് വാമായല്ലോ. ഞാൻ പറഞ്ഞു, ആ വാമ, ഇത് വാമപ്പ് ഒപ്പാണ്. ഇനി അങ്ങോട്ട് ഇട്ടോ. ഞാൻ പറഞ്ഞു, എടോ മനുഷ്യർ, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു. ഈ സെയിൽസ് ക്ലോസ് ചെയ്യുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ ആ നിപ്പിൽ എൻ്റെ ഭാര്യനെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ചു. എനിക്ക് ക്രെഡിറ്റ് കാർഡ്, ഭാര്യയ്ക്ക് ക്രെഡിറ്റ് കാർഡ്. ഇനി അയാളെ 10 മിനിറ്റ് കൂടി അയാൾ എൻ്റെ ആധാരം പണം വെച്ച് ലോണും തരും. നിരന്തരം ഫോളോ അപ്പ് ചെയ്യും, നിരന്തരം. എത്ര പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യണം ഒരാളെ? അയാൾ മരിക്കുന്നത് വരെ.
നമ്മൾ ഫോൺ ചെയ്തിട്ട് അവിടുന്ന് വേറെ ആൾ എടുത്തിട്ട് പറയണേ ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ വിളിച്ച ആള് മരിച്ചു. അപ്പൊ നമ്മൾ ചോദിക്കുക ഉറപ്പാണോ, ശരിക്കും മരിച്ചോ? മരിച്ചു. ഉറപ്പാണോ? എന്നാൽ അയാളുടെ മൂത്ത കുട്ടിക്ക് കൊടുക്കും. നമ്മൾ മരിച്ചിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട്? സൈക്കോ ആ വാക്കള എനിക്ക് കേൾക്കണ്ട. ഒരു സൈക്കോക്ക് അത് അറിയൂ. നമുക്ക് 2 തരത്തിലുള്ള കമ്പനികൾ ഉണ്ടാവും. ഒന്ന് പൊളിക്കാനുള്ള കമ്പനി, 2 വളരാനുള്ള കമ്പനി. ഒന്ന് അടിച്ചു പൊളിക്കാൻ, നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കാനുള്ള കമ്പനി. അവരെ പൊളിക്കാൻ കമ്പനിയാക്കി, ഒരു വൈബ് അടിക്കാനുള്ള കമ്പനിയാക്കി.